ഫ്രണ്ട്സ്, വെൽക്കം ടു യെസ് ആൻഡ് യെസ് കുക്ക് ബുക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൊഴുക്കട്ടയാണ് ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസും എങ്ങനെ ചെയ്യാമെന്നുള്ളതും കാണാം. ആദ്യം ഞാനൊരു 2 കപ്പ് വറുത്ത മാവാണ് അരിപ്പൊടി മാവാണ് എടുത്തിരിക്കുന്നത്. ഇതിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്, മിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ചേർത്ത് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. ചെറിയ ഉരുളകളായിട്ട് വച്ചിട്ടുണ്ട്. അകത്തുള്ള സ്റ്റഫിങ്ങിനായി 2 കപ്പ് തേങ്ങ തിരുമിയത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് നാട്ടു ചക്കര എടുത്തിരിക്കുന്നു. അറിയാമല്ലോ, നമുക്ക് കടയിലെല്ലാം കിട്ടുന്നത്, നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും നാട്ടു ശർക്കര എന്ന് പറയാം. അതിന് ഇച്ചിരി മധുരം കുറവാണ് മറ്റു ശർക്കരയെക്കാളും. തേങ്ങയും ശർക്കരയും ഒരുമിച്ച് മിക്സ് ചെയ്യുന്നു. ചെയ്യുന്നതായി ഉരുളയെടുത്ത് ഇങ്ങനെ നേർത്തയായിട്ട് പരത്തിയതിന് ശേഷം അകത്ത് സ്റ്റഫിങ് വയ്ക്കണം. ഇങ്ങനെ ഉരുളാക്കി വയ്ക്കണം. ഓരോ ഉരുളകളെയും ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിനുള്ള ഓട്ടമുള്ള ഒരു ഇതിനകത്ത് വയ്ക്കണം. വച്ചിട്ട് അതിൽ വന്ന് ആവി കയറ്റണം. ഓരോ ഉരുളകളായിട്ട് നമ്മളിവിടെ അകത്ത് വയ്ക്കുക. അടച്ച് വെച്ച് ഇനി ഒരു 20 മിനിറ്റ് ഇതിനെ വേവിക്കാൻ വയ്ക്കണം. ഇഷ്ടമായ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാവരും ഇപ്പോൾ എങ്ങനെ കൊഴുക്കട്ട ചെയ്യണമെന്നുള്ളത് അറിഞ്ഞല്ലോ. ഇത് ഒരു ഈവനിങ് സ്നാക്കാണ്. ടീയിലോടൊക്കെ വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഇതാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.